കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി നിങ്ങൾക്ക് ചോറുണ്ണാനായിട്ട്. അയ്യോ, ഞാൻ ഇത് വെറുതെ പറയില്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഫാനായി മാറും. ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തത് 3 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ അളവും അത് കണക്ക് കൂട്ടിയാൽ മതി. ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തത്. പിന്നീട് ഞാൻ ഒരു സവോളയും 3-4 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത്. പിന്നീട് കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും 2 എടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും വേണ്ട. സാധാരണ ഓയിലാണ് ഞാൻ കടുക് വറുക്കാറ്. ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്. എനിക്കൊന്നുകൂടെ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നീട് ഇതെല്ലാം പൊട്ടിയതിന് ശേഷം സവാളയും കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടുവേ. സത്യം പറയട്ടെ, എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാനും കിഴങ്ങ് മെഴുക്കുവരട്ടിയും തമ്മിലുള്ള ബന്ധം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കിഴങ്ങ് മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിക്ക് ഞാൻ മാറ്റി ഇത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പൊ എനിക്കും എന്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയാണ് ഒന്നുകൂടെ. ഇനി ഈ ഒരു പരുവായതിനു ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം സിമ്മിൽ ഇട്ടതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം കളറൊക്കെ കിട്ടും. പിന്നീട് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാനായിട്ട്. ഏകദേശം അപ്പൊ തന്നെ നമ്മുടെ മസാല എല്ലാം കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടും. പിന്നീട് ഞാൻ വെള്ളം കുറച്ചൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കലാണ് പതിവ്. ഇനിയിപ്പോ ഞാൻ കറക്റ്റ് ഒരു ടൈമർ ഒക്കെ വെച്ചിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത്. 10 മിനിറ്റ് ഒക്കെ തന്നെ ധാരാളം മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് മാക്സിമം ഒരു 3 മിനിറ്റ് തീ ഒന്ന് ഭയങ്കര കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എന്റെ അച്ഛൻ ഈ ഒരു ഐറ്റം ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾ ഇത് ചോറിന്റെ കൂടെയാണ് കഴിച്ചത്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് ചോറിന്റെ കൂടെ ആണെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണേ.